ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ ബൊട്ടിക് മേഖല. അതിൽ നമ്മുടെ ബൊട്ടിക്കിനെ എങ്ങനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ബൊട്ടിക്കിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പൊസിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് അറ്റയർ നമ്മൾ നിർമ്മിക്കുന്ന ഒരു ബൊട്ടിക്കായിട്ട് നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടുവരിക. അതായത് ഇപ്പോൾ പ്ലസ് സൈസിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണെങ്കിൽ പ്ലസ് സൈസിലുള്ള വസ്ത്രങ്ങളിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൾച്ചറൽ അറ്റയർ ആണെങ്കിൽ കൾച്ചറൽ ടൈപ്പ് ഓഫ് അറ്റയർ ആണെങ്കിൽ അതിലൊരു വെറൈറ്റി കൊണ്ടുവരാനും അത് നമുക്ക് ഒരുപാട് അതിൽ ഫോക്കസ് ചെയ്ത് ഒരുപാട് നല്ല ക്രിയേഷൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ എത്തനിക് വെയർ ആണെങ്കിൽ എത്തനിക് വെയർ. അപ്പോൾ നമ്മളുടെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആ ബൊട്ടിക്കിൽ ഇന്ന ഒരു ഐറ്റം ആണോ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് എഡിഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് വെറൈറ്റി കൊണ്ടുവരാൻ ഒരുപാട് നമ്മൾ പ്രൊഡക്ഷൻ നടത്താതെ ലിമിറ്റഡ് എഡിഷൻ, അത് വളരെ ക്വാളിറ്റി ഉള്ള ലിമിറ്റഡ് എഡിഷൻ നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ നമ്മുടെ ഒരു ഡിമാൻഡ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമറുടെ ഒരു ആവശ്യമനുസരിച്ച് നമുക്ക് ഒരുപാട് കസ്റ്റം മെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് എംബ്രോയ്ഡറി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരം ഒരു യുണീക്ക് സെല്ലിംഗ് പൊസിഷൻ കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ബൊട്ടിക്കിനെ നമുക്ക് വേറിട്ട് നിർത്താനായിട്ട് സാധിക്കും.